ഹായ്, എല്ലാവർക്കും സുഖല്ലേ? നമ്മൾ നേഴ്സുമാർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാതെ ഒരു കാര്യവും നടക്കില്ല അല്ലേ? OET, IELTS, NCLEX, RN, IQN, OSCE, പ്രോമെട്രിക്, അതുപോലെ തന്നെ നാട്ടിലാണെങ്കിൽ PSC, നാട്ടിലാണെങ്കിലും എബ്രോഡ് ആണെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാതെ ഒരു കാര്യവും നടക്കില്ല. പക്ഷെ എക്സാമിന്റെ പ്രഷർ എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം അത് അനുഭവിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഞാൻ അനുഭവിച്ചതായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷെ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നേ. ഞാൻ ജയിച്ചില്ല, പിന്നെ നിങ്ങൾക്കും പറ്റും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഈ ഒരുപാട് ആളുകളോടൊന്നും പറയേണ്ടതേ, നമ്മുടെ ദൈവത്തോട് പറയുക. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കും എന്ന് ഉറപ്പുള്ള ആളുകളുണ്ട്. നമ്മുടെ പേരൻസ് ആകാം, നമ്മുടെ ഹസ്ബൻഡ് ആകാം, നമ്മുടെ ഫാമിലി ആകാം, അവരോട് മാത്രം പറയുക. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ട്, കാരണം എല്ലാവരും ഒന്നും നമ്മുടെ സന്തോഷവും ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നേ. കാരണം നമ്മൾ സങ്കടപ്പെട്ടാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും, അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകും. അപ്പൊ അവരോട് മാത്രം പറയുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂടെ നിൽക്കാൻ പറയുക. എന്നിട്ട് പോവുക. നിങ്ങൾ ആ എക്സാം കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക. ജയമോ തോൽവിയോ ഒന്നും പേടിയില്ലാതെ നിങ്ങൾ ആ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ജയിക്കാൻ സാധിക്കുന്നത്. അതുപോലെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒന്നും ബൈഹാർട്ട് ചെയ്തേക്കല്ലേ. നിങ്ങൾ മനസ്സിലാക്കുക, കാരണം നമ്മുടെ നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു കടല് പോലെ കിടക്കാണ്. ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് അത് ചിലപ്പം കപ്പാസിറ്റി സാധിക്കാൻ പറ്റാതെ വരും. അപ്പൊ അതിനേക്കാളും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അതിനെ ബൈഹാർട്ട് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. വർക്കിന്റെയും ലൈഫിന്റെയും ഒക്കെ ഇടയ്ക്ക് ബുദ്ധിമുട്ടുന്ന, അതുപോലെ തന്നെ കുട്ടികളൊക്കെയുള്ള ആളുകളുണ്ടാകും. പ്രിപ്പറേഷനൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ബിസി സ്കെഡ്യൂൾ ഉള്ളവരുണ്ടാകാം. അതുപോലെ എല്ലാവർക്കും എങ്ങനെ നമുക്ക് ഈ എക്സാമിനെ ഹാൻഡിൽ ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, അങ്ങനെയുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ താങ്ക് യു.